മലപ്പുറം തിരൂരിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് തീപിടിച്ചപ്പോൾ തീയണയ്ക്കാൻ ഓടിയെത്തിയത് 3 മുസ്ലിം യുവാക്കളാണ്. മുഹമ്മദ് ബാസിൽ, റസൽ, ഈ 3 പേരും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ തീപിടുത്തം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്? ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള മുഹമ്മദ് നൗഫൽ, മുഹമ്മദ് ബാസിത്ത്, അതോടൊപ്പം തന്നെ റസൽ എന്നീ സഹോദരങ്ങൾ തീ അണയ്ക്കാൻ സഹായിച്ച ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും കേരളത്തിന് അഭിമാനം ആണ് ഈ യുവാക്കൾ. ഇത്തരത്തിലുള്ള നല്ല നന്മ നിറഞ്ഞ പ്രവർത്തികൾ തന്നെയാണ് നാടിന് ആവശ്യം. ജാതി, മതം അതൊക്കെ വേറെ അല്ലേ, മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മനോരമ ന്യൂസ് അടക്കമുള്ള ചാനലുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇതാ കുറച്ച് അപ്പുറമായിട്ട് നിർത്തി വെച്ചിട്ട് പെട്ടെന്ന് എന്തോ ഒരു മനസ്സിൽ തോന്നി അവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവർ വണ്ടി ഇവിടെ നിർത്തിയത് പൂജാരിയും പിന്നെ ഇവരെല്ലാം കൂടി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഈ മോൾ ഭാഗത്ത് ഇവിടെയായിരുന്നു തീ കത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തേക്ക് ഇവർക്ക് കയറാൻ വലിയ പണിയായിരുന്നു എന്നാണ് പൂജാരി പറഞ്ഞത്. അങ്ങനെ ഇവരവിടെ ചവിട്ടി ഓടി വന്നിട്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ച് ഇത് അണയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറിക്കോളി എന്ന് പറഞ്ഞ് ആ പിള്ളേർ ഓടി വന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഒരു രക്ഷയില്ലെന്ന് കേട്ടോ. കിട്ടി, എല്ലാവരും മനുഷ്യരാന്നുള്ളൊരു അത്രമാത്രം ഉണ്ടായിരുന്നു മനസ്സിൽ. ജാതി മതം ഉണ്ട് എന്നൊരിതായിട്ട് തോന്നിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാണ് മലപ്പുറം റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള റിയൽ സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. മലപ്പുറം തിരൂര് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ തീ പിടിച്ച സമയത്ത് തീ അണയ്ക്കാൻ ഓടിയെത്തിയത് മുസ്ലിം സഹോദരങ്ങളായിരുന്നു കേട്ടോ. നൗഫൽ, ബാസിൽ, റസൽ എന്ന് പറയുന്നവരായിരുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് തീ ഇങ്ങനെ കത്തുന്ന സമയത്ത് പൂജാരിമാരും കുറച്ച് പേരും മുന്നിൽ കണ്ടു ഇവർ. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവർ വണ്ടി നിർത്തിയിട്ട് ഓടി വന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയ സമയത്ത് പൂജാരിയോട് ചോദിച്ചു, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി അണയ്ക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. കയറാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. കാരണം അവർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കയറിക്കോളി എന്ന് പറഞ്ഞ ധൈര്യമായിട്ട് അങ്ങനെ ഇവർ ഈ പൂജാരിയും അതുപോലെ തന്നെ കൂടുള്ളവരും മുകളിലോട്ട് കയറാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് നിന്നും ഈ യുവാക്കൾ നേരെ മുകളിലോട്ട് കയറിയിട്ട് അത് തീ അണച്ചു എന്നാണ് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇവർ ഒരുപാട് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ട് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തി. കാരണം ജാതിയോ മതമോ ഇതൊന്നല്ല, യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാവണം. ഇതിങ്ങനെ തന്നെയാണ് എല്ലായിടത്തും വേണ്ടെന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് റിയൽ കേരള സ്റ്റോറികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ തിരൂരിൻ്റെ മണ്ണിൽ ഈ അടുത്ത കാലത്ത് കണ്ട നമ്മൾ ഏറ്റവും കൈയടിക്കേണ്ട, സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് വേറെ കാര്യം. എല്ലാ ചാനലുകളും ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാക്കൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. തിരുമേനിയോട് ചോദിച്ചു, നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏറെക്കുറെ സഹായകരമായി എന്നാണ് തിരുമേനി പറഞ്ഞത്. അപ്പോൾ തിരുമേനി പ്രത്യേകം ഇവരെ പ്രശംസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി എന്നുള്ളതാണ്. ഈ ക്ഷേത്രം അത്രത്തോളം ചരിത്രപ്രസിദ്ധമാണ്. 100 വർഷത്തോളം ഏകദേശം പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട്. ഞാനവിടെ തൊട്ടടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഈ യുവാക്കളെ തന്നെ എനിക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇവരൊക്കെ നേരിട്ട് പോയി അഭിനന്ദിക്കണമെന്ന് തോന്നി. പക്ഷേ ഇത് ഇവരുടെ വീട് എന്ന് പറയുന്നത് ഇവിടെ അല്ല, അവർ അങ്ങ് ചമ്രവട്ടം ഭാഗത്താണ് ഇവരുടെ വീട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നത്തെ മാതൃഭൂമി ന്യൂസ് അടക്കം ഇവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരൂർ MLA അതുപോലെ തന്നെ പോലീസ് നിയമപാലകരൊക്കെ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ റിപ്പോർട്ടും മാതൃഭൂമി ന്യൂസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഈ ഒരു വാർത്ത മൊത്തം സ്പ്രെഡായി കിടക്കുകയാണെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും നല്ലൊരു റിയൽ കേരള സ്റ്റോറി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരിലേക്ക് ഇത് എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇത്തരം നല്ല പ്രവർത്തികൾ കാണുമ്പോൾ ദയവ് ചെയ്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്തരം നന്മയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എന്തോ ആയിക്കോട്ടെ, ഏത് മേഖലകളായിക്കോട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൂടി പറയുകയാണ്.